നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് വിഷയത്തിൽ LDF ചിതറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. മടത്തറ ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം ജനകീയ സമരത്തെ തുടർന്ന് നിർത്തിയ സാഹചര്യത്തിൽ പകരം ഐരക്കുഴിയിൽ ഔട്ട്ലെറ്റ് തുറക്കാൻ പഞ്ചായത്ത് അനുമതി നൽകിയതിനെതിരെയാണ് സമരം. മദ്യശാലയുടെ പേരിൽ LDF നടത്തുന്ന സമരം രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയുള്ളതെന്ന് ചിതറ പഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ. ഐരക്കുഴിയിലെ ഔട്ട്ലെറ്റിന്റെ കാര്യത്തിൽ ധാരണയുണ്ടാക്കിയത് എല്ലാ കക്ഷികളും ചേർന്നെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. സൈബർ പോലീസ് ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ 2 യുവാക്കൾ പത്തനാപുരം പോലീസിന്റെ പിടിയിൽ. മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത സംഘം തട്ടിയെടുത്തത് 6 പവൻ സ്വർണം. ആര്യങ്കാവിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് തിരിച്ചടിയായി മഴ. മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗതം നിർത്തിയ സാഹചര്യത്തിൽ ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കുന്ന പണികൾ തുടങ്ങി. ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് വിഷയത്തിൽ LDF ചിതറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. മടത്തറ ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം ജനകീയ സമരത്തെ തുടർന്ന് നിർത്തിയിരുന്നു. പകരം ഐരക്കുഴിയിൽ ഔട്ട്ലെറ്റ് തുറക്കാൻ പഞ്ചായത്ത് അനുമതി നൽകിയതിനെതിരെയായിരുന്നു സമരം. ലൈസൻസ് പിൻവലിക്കുക, ലക്ഷങ്ങൾ വാങ്ങി നൽകിയ ലൈസൻസ് പിൻവലിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഇല്ലാത്തതിനെ തുടർന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി രാജുദാസിനെ പ്രവർത്തകർ മണിക്കൂറുകളോളം തടഞ്ഞുവച്ചു. 1 മാസം മുമ്പാണ് മടത്തറ ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യശാല പൂട്ടുന്നതിന് ജനകീയ സമരം തുടങ്ങിയത്. സമരം ശക്തമായതോടെ മടത്തറയിലെ ഈ ഔട്ട്ലെറ്റ് തുറക്കുന്നത് അനിശ്ചിതത്വത്തിലായി. തുടർന്നാണ് പഞ്ചായത്തിലെ മറ്റെവിടെയെങ്കിലും മദ്യശാല മാറ്റിസ്ഥാപിക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. ഇതേ തുടർന്ന് ഐരക്കുഴി വാർഡിൽ മദ്യശാല തുടങ്ങുന്നതിന് തീരുമാനമായി. ഇതിനുള്ള പഞ്ചായത്ത് ലൈസൻസ് പ്രസിഡന്റും സെക്രട്ടറിയും കൂടി വൻതുക കോഴ വാങ്ങിക്കൊണ്ട് നൽകി എന്നാരോപിച്ചാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ഐരക്കുഴിയിൽ ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യശാല തുടങ്ങുന്നതിനെതിരെ ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. 1/11/2014 മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ തിരുവനന്തപുരം എന്ന പേരിൽ ലൈസൻസിന് അപേക്ഷ ലഭിച്ചു. എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടുകയോ മറ്റംഗങ്ങളുടെ അനുമതി തേടുകയോ ചെയ്യാതെ അന്നേ ദിവസം തന്നെ ലൈസൻസ് നൽകിക്കൊണ്ട് സെക്രട്ടറി ഉത്തരവ് നൽകിയെന്നും ഇതിന് പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടുനിന്നു എന്നുമാണ് LDFന്റെ ആരോപണം. ആരോപണ വിധേയനായ പ്രസിഡന്റ് രാജിവെക്കണമെന്നും പഞ്ചായത്തിലെ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് LDF നേതാക്കൾ മുദ്രാവാക്യം മുഴക്കി. ഐരക്കുഴി കേന്ദ്രീകരിച്ച് മദ്യശാല തുടങ്ങാൻ അനുവദിക്കില്ലെന്നും ഈ നടപടിയിൽ നിന്ന് പഞ്ചായത്ത് പിന്മാറുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നുമാണ് LDFന്റെ തീരുമാനം. കടക്കൽ CI B. ഹരികുമാറിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ കുളത്തൂപ്പുഴ സ്റ്റേഷനുകളിൽ നിന്നായി കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. ഉപരോധ സമരം നടത്തിയ LDF മെമ്പർമാരെ അറസ്റ്റ് ചെയ്തു നീക്കി. ഇവരെ പിന്നീട് വിട്ടയച്ചു. തുടർന്ന് LDF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. CPM ജില്ലാ കമ്മിറ്റി അംഗം കരകുളം ബാബു, CPI മണ്ഡലം പ്രസിഡന്റ് S. ബുഹാരി എന്നിവർ സംസാരിച്ചു. അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു. 1-ാം തീയതി തന്നെ അപേക്ഷ മേടിച്ചുകൊണ്ട് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മുരളീധരൻ നായരും ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയും കൂടി തികച്ചും അനധികൃതമായി, അല്ലെങ്കിൽ ഒരു കാരണവശാലും ഒരു സ്ഥലത്തും കാണാൻ കഴിയാത്തതാണ്, ഈ വിദേശ മദ്യ ഷാപ്പ് നടത്തുന്നതിന് വേണ്ടി കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷനിലെ മാനേജിംഗ് ഡയറക്ടർ ഈ മാസം 1-ാം തീയതിയാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെല്ലാനടച്ച് പൈസ വാങ്ങിച്ചിരിക്കുന്നത് ഈ മാസം 1-ാം തീയതിയാണ്. അന്നേ ദിവസം തന്നെയാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഈ വിദേശ മദ്യ ഷാപ്പ് ഐരക്കുഴിയിൽ നടത്തുന്നതിന് വേണ്ടി ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും വ്യക്തമല്ലേ, ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഉമ്മൻചാണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ ക്രൂരമായ അഴിമതിയാണ്, ലക്ഷങ്ങളുടെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത്. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഈ മദ്യപാനത്തെ ഒഴിവാക്കുന്നതിനും ഒരുപാട് കുടുംബങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ മുന്നണി വളരെ ധീരമായി എടുത്ത നിലപാടാണ് ഈ ചിതറ പഞ്ചായത്തിൽ മദ്യശാല വേണ്ടാന്നുള്ളത്. എന്നാൽ അത് മദ്യശാല വേണ്ട എന്ന് അവിടെ തീരുമാനിക്കുകയും അത് മറ്റൊരു സ്ഥലത്തേക്ക് ചിതറയിൽ തന്നെ സ്ഥാപിക്കുകയും ചെയ്യുന്ന വളരെ കുടിലമായൊരു തന്ത്രം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ തെരഞ്ഞെടുത്ത 23 പഞ്ചായത്ത് മെമ്പർമാരെ അറിയാതെ ഏകപക്ഷീയമായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അതിന് അനുമതി കൊടുത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കടക്കൽ. മദ്യശാലയുടെ പേരിൽ LDF നടത്തുന്ന സമരം രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയുള്ളതാണെന്ന് ചിതറ പഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ ആരോപിച്ചു. എല്ലാ കക്ഷികളും ചേർന്നാണ് ഐരക്കുഴിയിലെ ഔട്ട്ലെറ്റിന്റെ കാര്യത്തിൽ ധാരണ ഉണ്ടാക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു വലിയ വിഭജന സമരമായിരുന്നു. ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മാർക്സ് പാർട്ടിയുടെ നേതാവായ കോലിക്കോട് കൃഷ്ണൻ നായർ MLA അങ്ങോട്ട് പ്രസംഗിച്ചു.
മടത്തറയിൽ ജനകീയ സമരം മൂലം അടച്ച ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യശാല ഐരക്കുഴിയിൽ പ്രവർത്തിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനുമതി നൽകി എന്നാരോപിച്ച് LDF നടത്തിയ ഉപരോധ സമരത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മടത്തറയിൽ സമരസമയത്ത് MLA മുല്ലക്കര രത്നാകരനും CPM-ലെയും CPI-ലെയും BJP അടക്കമുള്ള മറ്റു സംഘടനകളിലെയും നേതാക്കൾ ഉൾപ്പെട്ട ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചിരുന്നു. ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ മടത്തറയിലെ ബിവറേജസ് കോർപ്പറേഷൻ മദ്യശാല പൂട്ടണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെയും എക്സൈസ് മന്ത്രിയെയും നേരിട്ട് കണ്ടിരുന്നു. ബിവറേജസ് കോർപ്പറേഷന്റെ 10% ഔട്ട്ലെറ്റുകൾ വീതം വർഷം തോറും അടയ്ക്കുമെന്നാണ് സർക്കാരിന്റെ നയം. എന്നാൽ മടത്തറ ഔട്ട്ലെറ്റിന് അനുവദിച്ചിട്ടുള്ള 6 വർഷത്തെ ലൈസൻസിന്റെ കാലാവധി തീരാൻ ഇനിയും 8 മാസമുണ്ട്. അതുവരെ ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം മടത്തറയിൽ പറ്റില്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ ധാരണയുണ്ടാക്കിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലായിൽ, വേങ്ങൊല്ല, ഐരക്കുഴി എന്നിവിടങ്ങളിൽ എവിടെയെങ്കിലും തുടങ്ങാൻ MLAയുടെ സാന്നിധ്യത്തിൽ തീരുമാനമായി. സൌകര്യപ്രദമായ സ്ഥലം ലഭ്യമാകുന്നിടത്ത് തുടങ്ങാനായിരുന്നു തീരുമാനം. ചടയമംഗലത്തിലെ MLA ശ്രീ മുല്ലക്കര രത്നാകരന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെയും എക്സൈസ് വകുപ്പ് മന്ത്രിയെയും കാണുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് പോകാൻ തീരുമാനിച്ചു. അതിൽ CPI-യുടെ നേതാവ്, CPM-ന്റെ നേതാവ്, മുല്ലക്കര രത്നാകരൻ MLA, BJP-യുടെ നേതാവ്, STP-യുടെ നേതാവ് എന്നിവരുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രതിനിധിയായി മടത്തറ വാർഡ് മെമ്പർ മുല്ലശ്ശേരി നജീമും ഉണ്ടായിരുന്നു. MLA-യുടെ നേതൃത്വത്തിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രി ഗവൺമെന്റ് നയം വ്യക്തമാക്കി. ഒരു കാരണവശാലും 10% ഔട്ട്ലെറ്റുകളെ ഒരേ വർഷം നിർത്തലാക്കാവൂ. 10 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി മദ്യനിരോധനമാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്ന് അസന്നിഗ്ധമായി മന്ത്രി അവിടെ അറിയിപ്പ് കൊടുത്തു. തുടർന്ന് MLA നേതൃത്വത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്, അടുത്ത വർഷത്തിൽ ഇത് മാറ്റിത്തരാം എന്ന് പറയുകയും, എന്നാൽ മടത്തറ ഒരു കാരണവശാലും തുടങ്ങാൻ സമ്മതിക്കില്ലെന്ന് നാട്ടുകാരും സ്ത്രീകളും അടക്കമുള്ളവർ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് ബഹുമാനപ്പെട്ട MLA മുല്ലക്കര രത്നാകരൻ അവർ. അതിന്റെ അടിസ്ഥാനത്തിൽ MLA മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സർവകക്ഷിയുടെ യോഗത്തിൽ എടുത്ത ആക്ഷൻ കൌൺസിലിന്റെ പ്രധാന നേതാക്കൾ കൂടി തൽക്കാലം 8 മാസത്തേക്ക് ചിതറ പഞ്ചായത്തിൽ നിലവിലുള്ള ലൈസൻസിൽ 8 മാസക്കാലത്തേക്ക് ചിതറയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അങ്ങോട്ട് മാറ്റാൻ ധാരണയായി. ഐരക്കുഴിയിൽ ഇപ്പോൾ ലഭ്യമായ കടമുറി CPI അനുഭാവിയുടേതാണ്. ഇത് ലഭ്യമാക്കാൻ LDF-ലെ പ്രാദേശിക നേതാവ് മുൻകൈയെടുത്തെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സാബു എന്ന് പറയുന്ന കക്ഷിയുടെ കട, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ കട, അവിടുത്തെ ഒരു നേതാവ്, ഒരു പ്രാദേശിക നേതാവ് ബന്ധപ്പെട്ട് എടുത്തു കൊടുത്തു. ഇത് ബിവറേജ് കോർപ്പറേഷന്റെ MD-യുമായി സംസാരിച്ച് ധാരണയാക്കിയിട്ടാണ് അങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചത്. ഇതിന് പഞ്ചായത്ത് പ്രത്യേകിച്ച് ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് കൊടുത്തിരിക്കുന്നത് 6 വർഷത്തേക്ക് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കൊടുത്ത ലൈസൻസ് കാലാവധിയുള്ള 8 മാസം ചിതറ പഞ്ചായത്തിലെ ഒരു സ്ഥലത്തേക്ക് മാറ്റി നടത്തുന്നതിനുള്ള അനുമതിയാണ് കൊടുത്തിരിക്കുന്നത്. ബിവറേജസ് കോർപ്പറേഷന്റെ MD-യുമായി എല്ലാം ധാരണയാക്കുന്നതിന് LDF നേതാക്കളും ഉണ്ടായിരുന്നു. ഇപ്പോൾ നടക്കുന്ന ഈ സമരം വെറും പ്രഹസനമാണെന്നും രാഷ്ട്രീയ താൽപര്യം മുതലെടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് ഇതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. സൈബർ പോലീസ് ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ 2 യുവാക്കൾ പത്തനാപുരം പോലീസിന്റെ പിടിയിലായി. മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത സംഘം 6 പവൻ സ്വർണമാണ് തട്ടിയെടുത്തത്. പാതിരിക്കൽ അരീക്കൽ പടിഞ്ഞാറ്റേതിൽ പ്രകാശ് എന്ന 30-കാരൻ, മാങ്കോട് പാടം സ്വദേശിയായ വിനായക് എന്ന 20-കാരൻ എന്നിവരാണ് പിടിയിലായത്. പാതിരിക്കൽ സ്വദേശിനിയും പത്തനംതിട്ടയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയുമായ 24-കാരിയാണ് തട്ടിപ്പിനിരയായത്. കഴിഞ്ഞ 2 മാസത്തിനിടെ പെൺകുട്ടിയിൽ നിന്ന് പ്രതികൾ 6 പവൻ സ്വർണമാണ് തട്ടിയെടുത്തത്. പെൺകുട്ടിയും സുഹൃത്തായ ആൺകുട്ടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം സൈബർ പോലീസ് നിരീക്ഷിക്കുകയാണെന്നും ഈ കേസിൽ നിന്ന് രക്ഷിക്കാമെന്നും വാഗ്ദാനം നൽകിയാണ് സ്വർണം കവർന്നത്. ഇരുവരെയും അറസ്റ്റ് ചെയ്യുമെന്നും അന്വേഷണം നടക്കുകയാണെന്നും പറഞ്ഞ് റാന്നി സ്വദേശിയായ അലക്സ് ഇടിക്കുള എന്ന യുവാവ് സൈബർ സെൽ ഉദ്യോഗസ്ഥനെന്ന പേരിൽ പെൺകുട്ടിയെ സമീപിച്ചുവത്രേ. ഫോൺ നിരീക്ഷണം ഒഴിവാക്കി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞ സെപ്റ്റംബർ 14-നും 27-നും പെൺകുട്ടിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുകയായിരുന്നു. അലക്സിന്റെ നിർദ്ദേശാനുസരണമെത്തിയ വിനായകാണ് സ്വർണം വാങ്ങിയത്. എന്നാൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് അലക്സ് ഇടിക്കുള എന്ന വ്യാജേന പ്രകാശാണ് പെൺകുട്ടിയെ സമീപിച്ചതെന്ന് വ്യക്തമായത്. നേരത്തെ ആഭരണങ്ങൾ കാണാതായതോടെ പെൺകുട്ടിയുടെ വീട്ടുകാർ അന്വേഷണം ആരംഭിച്ചിരുന്നു. പെൺകുട്ടി നൽകിയ വിവരമനുസരിച്ച് പത്തനാപുരം പോലീസിൽ പരാതി നൽകി. തുടർന്ന് പത്തനാപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പാടം, ഇടത്തറ എന്നിവിടങ്ങളിൽ നിന്ന് പിടികൂടിയത്. സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ച പത്തനാപുരത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അറസ്റ്റിന് ASI രാജു, വിജയൻ, ശെൽവരാജ്, ബിജുജി നായർ, നൌഷാദ്, സലിം റാവുത്തർ, രാജീവ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
സംസ്ഥാന സർക്കാർ കിലവഴി നടപ്പിലാക്കുന്ന സേവാഗ്രാം പദ്ധതിയുടെ ഭാഗമായ ബ്ലോക്ക് തല പരിശീലനം തെന്മലയിൽ സംഘടിപ്പിച്ചു. പ്രാദേശിക ഭരണത്തിന്റെ ഗുണവശങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തുന്നതിന് പഞ്ചായത്ത് അംഗങ്ങൾക്ക് വാർഡ് തലത്തിൽ ആസ്ഥാനമൊരുക്കുകയാണ് സേവാഗ്രാം പദ്ധതി. ഭരണത്തിന്റെ ഗുണവശങ്ങൾ താഴെത്തട്ടിൽ വരെ എത്തുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ സേവനം എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുമാണ് ഗ്രാമകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ വിസ്തൃതിയും ജനസംഖ്യയും ജനങ്ങൾക്ക് അവയുടെ സേവനം മതിയായ തോതിൽ കിട്ടാതിരിക്കാൻ കാരണമാകുന്നു എന്നതാണ് സേവാഗ്രാമിന്റെ പ്രസക്തി. ഗ്രാമകേന്ദ്രം വരുന്നതോടെ അതത് വാർഡുകളിൽ വാർഡ് മെമ്പർമാർക്ക് ആസ്ഥാനമുണ്ടാവും. വാർഡിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇത് വഴിയൊരുക്കും. ഗ്രാമസഭകളിൽ വാർഡിലെ ദൂരങ്ങളിൽ താമസിക്കുന്നവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്ന പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം സേവാഗ്രാം ആസ്ഥാന മന്ദിരത്തെക്കുറിച്ച് സർക്കാർ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. വാർഡിലെ നിലവിലുള്ള സർക്കാർ സ്ഥാപനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാനാണ് നിർദ്ദേശം. ഇതിനായി പ്ലാൻ ഫണ്ടിൽ 50,000 രൂപയും സർക്കാർ അനുവദിക്കും. തെന്മല ഗ്രാമപഞ്ചായത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് കെ ശശിധരൻ നിർവഹിച്ചു. ഇത്തരത്തിലുള്ള സേവാഗ്രാം പദ്ധതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർഡ് തല ഓഫീസുകൾ നമ്മുടെ പഞ്ചായത്തിലെ വാർഡുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും അതിനൊരു പൂർണ്ണത നൽകുവാനും കൂടുതൽ ആക്കം നൽകുവാനും ഒക്കെയുള്ള പ്രവർത്തനത്തിലേക്കാണ് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി അയ്യമ്മാൾ ചടങ്ങിൽ അധ്യക്ഷയായി. തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VS മണി, ഷൈനി ബിജു, AT ഷാജൻ, സണ്ണി ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. കിഴക്കൻ മലയോര മേഖലയിലെ വനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകണമെന്ന് LDF ആവശ്യപ്പെട്ടു. വിഷയം ചൂണ്ടിക്കാട്ടി വനംവകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് CPM ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മത്തായി തോമസ് പറഞ്ഞു. കിഴക്കൻ മലയോരത്തെ കഴുതുരുട്ടി, ഇടപ്പാളയം, ആര്യങ്കാവ്, അച്ചൻകോവിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ വനവുമായി ബന്ധപ്പെട്ട ജോലികൾ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടാണ് ചെയ്യിക്കുന്നതെന്ന് മത്തായി തോമസ് ആരോപിച്ചു. ആര്യങ്കാവ്, കഴുതുരുട്ടി, ഇടപ്പാളയം ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ 50% ഫോറസ്റ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി വന്നു, ഏതാണ്ട് ഒരു 100 ദിവസം വരെ തൊഴിൽദിനം കിട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം നാമമാത്രം. ഇപ്പോൾ ഫോറസ്റ്റ് മേഖലയിൽ ധാരാളം പണികളുണ്ട്. ഈ പണികൾ ചെയ്യുന്നത് കൺവീനർ. ഈ കൺവീനർ എന്ന് പറയുമ്പോൾ തൊഴിലാളിയുടെ പ്രതിനിധിയാണ്. പക്ഷേ ഈ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. ഈ തൊഴിൽ ചെയ്യുന്നത് മറ്റ് സംസ്ഥാനത്തെ തൊഴിലാളികൾ ഇവിടെ വന്ന് അവർക്ക് തൊഴിൽ സമയം ഇരട്ടിപ്പിച്ച് തൊഴിൽ കൂലി കുറച്ച് കൺവീനർ ചെയ്യിപ്പിക്കുന്നു. ഈ പ്രദേശവാസികൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. കാടുവെട്ട്, പ്ലാന്റിംഗ്, ഫയർ ലൈൻ, ടെറസ് വെട്ട് മുതലായ ജോലികൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കണം. ഇതിനായി തൊഴിലാളികൾ ഒപ്പിട്ട നിവേദനം വനവകുപ്പ് മന്ത്രിക്കും പ്രിൻസിപ്പൽ CCF-നും നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ അന്തിമവെട്ടും ഇടവെട്ടും ഒഴിച്ച് ബാക്കി എല്ലാ തൊഴിലും ഈ തൊഴിലുറപ്പ് പദ്ധതി ഉള്ള ആൾക്കാരെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഈ തൊഴിലുറപ്പ് അംഗങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് തൊഴിൽ ദിനം ലഭിക്കുന്ന 100 അല്ല 200ഓളം ലഭിക്കും. യാതൊരു തൊഴിലിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ഈ തൊഴിൽ, ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ തൊഴിൽ ഈ തൊഴിലുറപ്പുകാരെ ഏൽപ്പിക്കണം. എന്നാൽ വിഷയത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കാത്ത പക്ഷം സമരവുമായി മുന്നോട്ട് പോകാനാണ് LDF തീരുമാനമെന്ന് CPI ആര്യങ്കാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VS സോമരാജൻ പറഞ്ഞു. ഞങ്ങൾ വരുന്ന ഡിസംബർ മാസം 15-ാം തീയതി ആര്യങ്കാവ് റേഞ്ച് ഓഫീസിലേക്ക് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വനമേഖലയുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ തൊഴിലുകളും, അതായത് ക്ലിയർ ഫില്ലിങ്, അന്തിമ വെട്ടും ഇടവെട്ടും ഒഴികെയുള്ള മുഴുവൻ തൊഴിലുകളും ഈ തൊഴിലാളികൾക്ക് നൽകണം. അതിനുള്ള അടിയന്തര നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് വനം കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ മന്ത്രിയും ഇതിലിടപെട്ട് അടിയന്തരമായൊരു തീരുമാനം ഉണ്ടാക്കണം. ഉണ്ടാക്കിയില്ലെങ്കിൽ ഡിസംബർ 15-ാം തീയതിയോടുകൂടി ഞങ്ങൾ ആര്യങ്കാവ് റേഞ്ച് ഓഫീസിലേക്ക് മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള മാർച്ചും ധർണയുമാണ് ഇടതുപക്ഷ മുന്നണി എന്ന രീതിയിൽ ആലോചിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂർ നഗരസഭയിലെ കെട്ടിട നിർമ്മാണ അപേക്ഷകൾ ഇനി ഓൺലൈനായി സമർപ്പിക്കണം. നഗരസഭാ ഭരണം ഹൈടെക് ആക്കുന്ന സമഗ്ര പദ്ധതിയുടെ തുടക്കമാണ് ഇത്. ജില്ലാ ആസൂത്രണ സമിതി അവലോകന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഓൺലൈൻ സംവിധാനം ഉദ്ഘാടനം ചെയ്തു. പുതിയ സംവിധാനം നിലവിൽ വന്നതോടെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ പ്രിന്റൌട്ടും പ്ലാനും ഇനി ഒരുമിച്ച് സമർപ്പിക്കണം. ആപ്ലിക്കേഷന്റെ അതാത് സമയത്തെ സ്ഥിതി അപേക്ഷകന്റെ മൊബൈലിൽ അറിയാനും സാധിക്കും. ഒപ്പം ഓവർസിയർ സ്ഥലം സന്ദർശിക്കുന്ന തീയതി, സമയം, അടയ്ക്കേണ്ട തുക ഇതെല്ലാം മൊബൈലിൽ അറിയിക്കും. നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഓഫീസിൽ എത്താതെ അപേക്ഷകന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഡൌൺലോഡ് ചെയ്തും ഉപയോഗിക്കാൻ ഈ സംവിധാനത്തിലൂടെ കഴിയും. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, വൈസ് ചെയർമാൻ S. ബിജു, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ രാജേന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി SI നൈസാം, നഗരസഭാ മുൻ ചെയർമാൻ MA രാജഗോപാൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം.
ന്യൂസ് ബ്യൂറോ, പുനലൂർ. 6ാമത് പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലാ കായികമേള പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലയിലെ 80-ൽ പരം സ്കൂളുകളിൽ നിന്നായി 1000-ൽ പരം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നു. 6 വരെയാണ് മത്സരങ്ങൾ. വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് PA അനസ് അധ്യക്ഷനായി. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ K ഹരികുമാരൻ പിള്ള സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ N മഹേശൻ, നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D ദിനേശൻ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ CG കുസുമകുമാരി, GL രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു. അവരുമായി ബന്ധപ്പെടാൻ അറിയിക്കുകയാണ്, ഇല്ലെങ്കിൽ ഈ പൗരനെ ബന്ധപ്പെടാൻ അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPMന്റെ 21ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംഘടനാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നു. പുനലൂർ ഈസ്റ്റ് ലോക്കൽ സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ട് നമ്മൾ ദുർബലപ്പെടുന്നു അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ദുർബലപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒമാവാക്ക് അമേരിക്കൻ ഭരണാധികാരികൾക്ക് മൻമോഹൻ സിംഗിനെ ഏറ്റവും സ്വീകാര്യനായിട്ടുള്ള വ്യക്തിയും പ്രധാനമന്ത്രിയും തന്നെയാണ്. മൻമോഹൻ സിംഗ് പോയിട്ട് നരേന്ദ്രമോദി വന്നപ്പോൾ മൻമോഹൻ സിംഗിനേക്കാൾ സ്വീകാര്യത ആരോടാ? മോഡിയോടാണ്. ഇപ്പോൾ മോഡി ആയാലെന്ത്, മൻമോഹൻ സിംഗ് ആയാലെന്ത്. സമ്പന്നവർഗ താല്പര്യം സംരക്ഷിക്കുന്ന കാര്യത്തിലും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ് എന്നിവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരി എന്ന നിലയിലേക്ക് അവർ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലോക്കൽ കമ്മിറ്റി അംഗം ജമീല തൌഫീഖ് അധ്യക്ഷയായി. A. പ്രകാശ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരത്ത് സൺസിറ്റി ഗോൾഡ് പാർക്കിന്റെ മെഗാ ഷോറൂം നവംബർ 6-ന് തുറക്കും. മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നവംബർ 6 വ്യാഴാഴ്ച രാവിലെ 10:30-ന് MLA KB ഗണേഷ് കുമാർ പത്തനാപുരം സൺസിറ്റി ഗോൾഡ് പാർക്കിന്റെ മെഗാ ഷോറൂം ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടിമാരായ ഹണി റോസ്, നമിത പ്രസാദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. ബഹുമാനപ്പെട്ട MLA ശ്രീ ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത് തദവസരത്തിൽ സിനി സ്റ്റാറായ നമിത പ്രമോദ്, ഹണി റോസ് തുടങ്ങിയവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങളുടെ പുതിയ ഷോറൂമിൽ എല്ലാവിധ സ്വർണ്ണാഭരണങ്ങളും വിവിധ കളക്ഷനുകളും കൂടി എല്ലാവിധ പുതിയ കളക്ഷനുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഡയമണ്ട്സിൻ്റെ ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഓപ്പൺ ആക്കുന്നുണ്ട്. നോട്ടീസിനൊപ്പം ഡിസൈൻ ചെയ്തിരിക്കുന്ന കൂപ്പൺ പൂരിപ്പിച്ച് ഷോറൂമിൻ്റെ മുമ്പിൽ നിക്ഷേപിച്ച തദവസരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ആദ്യത്തെ 10 ആൾക്കാർക്ക് ഉണർത്തുള്ള സമ്മാനപൂർവ്വം ഗോൾഡ് കോയിൻ സമ്മാനം കൊടുക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആര്യങ്കാവിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് തിരിച്ചടിയായി മഴ. നിർമ്മാണത്തിനായി 10 ദിവസത്തേക്ക് പാത അടച്ചിട്ടിരിക്കുകയാണ്. പറഞ്ഞ സമയത്ത് പണികൾ പൂർത്തീകരിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് അധികൃതർ. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കനത്തത് നിർമ്മാണ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. ദേശീയപാതയിൽ നേരത്തെ ഇട്ടിരുന്ന ടാർ ഇളക്കി മാറ്റാതെ അതിനു മുകളിൽ മണ്ണിട്ടത് മഴവെള്ളം താണുപോകാതെ കെട്ടിക്കിടക്കാൻ വഴിയൊരുക്കി. ഒപ്പം പാതയിൽ ഈ ഭാഗത്ത് ചെളി നിറഞ്ഞത് അന്തർ സംസ്ഥാന യാത്രികരെ വലച്ചു. KSRTCയും തമിഴ്നാട് ട്രാൻസ്പോർട്ടും പാലത്തിന്റെ ഇരുവശങ്ങളിലും സർവീസ് അവസാനിപ്പിക്കുന്നതിനാൽ യാത്രക്കാർ കാൽനടയായി വേണം ഇരുവശങ്ങളിലേക്കും എത്താൻ. അതേസമയം അന്തർ സംസ്ഥാന യാത്രികരെ അമിത ചാർജ് ഈടാക്കി ചൂഷണം ചെയ്ത് തമിഴ്നാട്ടിലെ ഓട്ടോ ടാക്സി തൊഴിലാളികളെ ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് തടഞ്ഞതോടെ തമിഴ്നാട് ട്രാൻസ്പോർട്ടിന് 10% വരുമാന വർധനവുണ്ടായതായി അറിയുന്നു. പാലം പണിയുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. ദേശീയപാത അധികൃതരുടെ യാതൊരു നിർദ്ദേശവും ആരായാതെ റെയിൽവേ സ്വന്തം ഇഷ്ടപ്രകാരം പണികൾ നടത്തുന്നു എന്നാണ് ആക്ഷേപം. ഇത്തരത്തിൽ നിർമ്മാണം നടത്തുന്നതിനാൽ വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിന് സമീപം ദേശീയപാതയ്ക്ക് വീതി കുറവാണെന്നും ആക്ഷേപമുണ്ട്. സമീപത്തെ 2 കടമുറികൾ ഒഴിപ്പിക്കുകയും ഈ ഭാഗത്ത് ദേശീയപാതയുടെ ഓരത്തുള്ള ആൽമരം മുറിക്കുകയും ചെയ്തിരുന്നെങ്കിൽ പാതയ്ക്ക് വീതി കൂട്ടാൻ സാധിച്ചേനെ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. ആര്യങ്കാവ് മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗതം നിർത്തിയ സാഹചര്യത്തിൽ ദേശീയപാതയിലെ കുഴികളടയ്ക്കുന്ന പണികൾ തുടങ്ങി. കഴുതുരുട്ടി, MSL, ഇടപ്പാളയം, ലക്ഷം വീട് എന്നിവിടങ്ങളിൽ രൂപപ്പെട്ട കുഴികളാണ് അടയ്ക്കുന്നത്. കുഴികളിൽപ്പെട്ട വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. ഇത് പലതവണ ലൈവ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയപാത അധികൃതർ കുഴികളടയ്ക്കാൻ തയ്യാറായത്. ഈ ഭാഗങ്ങളിൽ ടാറിംഗ് നടത്തിയാൽ അധികകാലം നിലനിൽക്കാത്തതിനാൽ കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1/2 മീറ്റർ ആഴത്തിൽ JCB ഉപയോഗിച്ച് കുഴിയെടുത്തതിനു ശേഷമാണ് കോൺക്രീറ്റിംഗ്. എന്നാൽ കോൺക്രീറ്റിംഗിൽ അപാകതകളുണ്ടെന്ന് ആക്ഷേപമുണ്ട്. വൈബ്രേറ്റർ ഉപയോഗിക്കാതെയാണ് ഈ ഭാഗത്ത് കോൺക്രീറ്റിംഗ് നടക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തിനു സമീപം വൈബ്രേറ്ററും ജനറേറ്ററും വച്ചിട്ടുണ്ടെങ്കിലും അത് പ്രവർത്തിപ്പിക്കാൻ കരാറുകാരൻ തയ്യാറാകുന്നില്ല. അതേസമയം ഇത് മാധ്യമപ്രവർത്തകർ ചിത്രീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട കരാറുകാരൻ ജനറേറ്റർ ഉടനടി ഓണാക്കി വൈബ്രേറ്റർ കുറച്ചുനേരം ഉപയോഗിച്ചു. വൈബ്രേറ്റർ ഉപയോഗിക്കാതെ വന്നാൽ കോൺക്രീറ്റിന് ബലക്ഷയമുണ്ടാകാൻ സാധ്യതയുള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.
ചിതറയിൽ കാർ വൈദ്യുത പോസ്റ്റിലിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മടത്തറയിൽ നിന്ന് കടക്കലിലേക്ക് പോയ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ മഴയത്ത് നിയന്ത്രണം തെറ്റിയതാണ് അപകട കാരണം എന്ന് പറയപ്പെടുന്നു. മടത്തറ സ്വദേശികളായ 16-കാരൻ അമൽ, 11 വയസ്സുള്ള അതുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അമിത വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം തെറ്റി റോഡിന്റെ വശത്തേക്ക് മറിഞ്ഞ് അടുത്തടുത്തു നിന്ന 3 പോസ്റ്റുകൾ തകർത്ത ശേഷമാണ് നിന്നത്. അപകട സമയത്ത് വൈദ്യുത ബന്ധം ഇല്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. ന്യൂസ് ബ്യൂറോ, കടക്കൽ. പത്തനാപുരം പട്ടണം ചീഞ്ഞു നാർന്നതായി പത്തനാപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മാർക്കറ്റും ടൌണും മത്സ്യമാംസങ്ങളും ചീഞ്ഞ പച്ചക്കറികളും കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പത്തനാപുരം ടൌണിലെയും ചന്തയിലെയും മാലിന്യങ്ങൾ മഴക്കാലമായാൽ പ്രധാന പാതയിലൂടെ ഒഴുകി ജനവാസ കേന്ദ്രങ്ങളിൽ എത്തും. ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കൂമ്പാരത്തിനു മുകളിലൂടെ കാൽനടയാത്രയും വാഹനയാത്രയും ഏറെ ദുഷ്കരമാണ്. മാലിന്യങ്ങൾക്ക് മുകളിലൂടെ വാഹനങ്ങൾ കയറിയിറങ്ങുമ്പോൾ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ളവ ചതഞ്ഞരയുന്നു. മത്സ്യമാംസങ്ങളുടെയും പച്ചക്കറികളുടെയും അവശിഷ്ടമാണ് ഈ കാണുന്നത്. പത്തനാപുരത്ത് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന ദുർഗന്ധം കാരണം വ്യാപാരികളും പൊതുപ്രവർത്തകരും ഏറെ ദുരിതം അനുഭവിക്കുകയാണ്. ടൌണിലും മാർക്കറ്റിലും ശാസ്ത്രീയ കാഴ്ചപ്പാടോടെ മാലിന്യ സംസ്കരണത്തിന് സംവിധാനങ്ങൾ ഉണ്ടാകാതെ പ്രശ്നപരിഹാരം അസാധ്യമാണ്. മലിനജലം ഒഴുകിപ്പോകുന്നതിനായി പ്രധാന പാതയുടെ ഇരുവശത്തും ഓട സ്ഥാപിച്ചെങ്കിലും ഓടകളെല്ലാം അടഞ്ഞുകിടക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ചില പ്രധാന നേതാക്കൾ വന്ന് പ്രസംഗിച്ചു പോയതല്ലാതെ കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ലെന്നു മാത്രം. പത്തനാപുരത്ത് പൊതുജനം മാലിന്യ പ്രശ്നത്താൽ ദുരിതമനുഭവിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. ബിവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് വിഷയത്തിൽ LDF ചിതറ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. മടത്തറ ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനം ജനകീയ സമരത്തെ തുടർന്ന് നിർത്തിയ സാഹചര്യത്തിൽ പകരം ഐരക്കുഴിയിൽ ഔട്ട്ലെറ്റ് തുറക്കാൻ പഞ്ചായത്ത് അനുമതി നൽകിയതിനെതിരെയാണ് സമരം. മദ്യശാലയുടെ പേരിൽ LDF നടത്തുന്ന സമരം രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയുള്ളതെന്ന് ചിതറ പഞ്ചായത്ത് പ്രസിഡന്റ് S. മുരളീധരൻ നായർ. ഐരക്കുഴിയിലെ ഔട്ട്ലെറ്റിന്റെ കാര്യത്തിൽ ധാരണയുണ്ടാക്കിയത് എല്ലാ കക്ഷികളും ചേർന്നെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. സൈബർ പോലീസ് ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ 2 യുവാക്കൾ പത്തനാപുരം പോലീസിന്റെ പിടിയിൽ. മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത സംഘം തട്ടിയെടുത്തത് 6 പവൻ സ്വർണം. ആര്യങ്കാവിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിന് തിരിച്ചടിയായി മഴ. മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗതാഗതം നിർത്തിയ സാഹചര്യത്തിൽ ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കുന്ന പണികൾ തുടങ്ങി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.